എന്ത് ഭംഗിയാണ് കണ്ടില്ലേ നമ്മുടെ ദോശ. ഈ ദോശയ്ക്ക് എന്താ അറിയോ പേര്? ഇതെന്ത് മാവാണറിയോ? നല്ല സോഫ്റ്റായ ദോശ മാവാണ്. അപ്പം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മാവ് വെളിയിൽ വെച്ചതാണ്. നല്ല സോഫ്റ്റായ ദോശമാവ്. അപ്പം ഞാൻ ഇന്ന് ചട്നിയോ സാമ്പാറോ ചമ്മന്തിയോ ഒന്നും ഞാൻ ഇതിന് ചെയ്യണില്ല, ഈ ഒരു പ്രത്യേക ദോശയ്ക്ക്. അപ്പം ഞാൻ അത് എങ്ങനെയാണ് നമ്മൾക്ക് ആ കൂട്ടുകളൊന്നും ഇല്ലാതെ നല്ല രുചിയുള്ള ഒരു അടിപൊളി ഒരു ദോശ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ പെനഞ്ഞിട്ട് നമ്മൾക്ക് കഴിച്ചു നോക്കൂ. ഏത് പലഹാരത്തിൻ്റെ ഒപ്പം സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് നല്ല സോഫ്റ്റായ ദോശ മാവ് ഒഴിച്ചു കൊടുക്കണം. ഇതിലെന്തൊക്കെയാ ഇടുന്ന സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഞാൻ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി പൊടി ഉണ്ടല്ലോ, അതുകൂടെ മേലെ ഒന്ന് തൂക്കിക്കൊടുക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് നെയ്യ് കൂടെ നമ്മൾക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് അടച്ചു വയ്ക്കാം. അപ്പം ഞാൻ ഈ ഇഡ്ഡലിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരി വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എന്താ കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, അങ്ങനെ നമ്മൾക്ക് എല്ലാ ധാന്യങ്ങളും നമ്മൾക്ക് കുറേശ്ശെയായിട്ട് എല്ലാം വറുത്തെടുത്ത ശേഷം കുരുമുളക്, ജീരകം, മുളക്, പിന്നെ കായപ്പൊടി ഇതെല്ലാം വറുത്ത് പൊടിച്ചതാണ് ഞാൻ ഈ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ പെനഞ്ഞിട്ട് നമ്മൾക്ക് കഴിച്ചു നോക്കൂ. ഏത് പലഹാരത്തിൻ്റെ ഒപ്പം സൂപ്പർ ടേസ്റ്റാണ്. എന്ത് ഭംഗിയാണ് കണ്ടില്ലേ നമ്മുടെ ദോശ. ഈ ദോശയ്ക്ക് എന്താ അറിയോ പേര്? പൊടി ദോശ. എന്ത് ദോശയാണ്? പൊടി ദോശ. അപ്പം കുറച്ചുകൂടി നമ്മൾക്ക് ഇങ്ങനെ തൂവിക്കൊടുക്കാം. അപ്പം നമ്മുടെ പൊടി ദോശ സൂപ്പറായിട്ടില്ലേ? അപ്പം ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.